തിരുവനന്തപുരത്തെ റോഡുകൾ തകർന്ന് ഗതാഗതം വർഷങ്ങളായി താറുമാറായിരിക്കുന്ന സാഹചര്യത്തിലാണ് സ്കൂൾ തുറക്കുന്ന പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർമാരും മറ്റ് പാർട്ടി പ്രവർത്തകരും പൊതുസമൂഹത്തിൻ്റെ പിന്തുണ തേടിക്കൊണ്ട് ഇന്ന് റോഡുകൾ ഗതാഗത യോഗ്യമാക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിന്ന് രാവിലെ കോട്ടൺ സ്കൂളിന് മുൻപിലുള്ള പൊളിഞ്ഞുകിടന്ന റോഡിൻ്റെ ഒരു ഭാഗം ഗതാഗത യോഗ്യമാക്കി. എന്നാൽ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗത്തു നിന്നും വളരെ വലിയ പിന്തുണ ഈ മുന്നേറ്റത്തിന് ലഭിക്കുന്നുവെന്ന് മനസ്സിലായിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണാധികാരികൾ മേയറുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ പോലീസിനെ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി റോഡുകളുടെ കുഴിയടച്ചുകൊണ്ടിരുന്ന കൗൺസിലർമാരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ മണിക്കൂറുകളായി ഇവിടെ നന്ദാവനം ക്യാമ്പിൽ പാർപ്പിച്ചിരിക്കുകയാണ്. വനിതകൾ ഉൾപ്പെടെയുള്ള കൗൺസിലർമാരുണ്ട്. പോലീസ് ഒരു തീരുമാനം പറയുന്നില്ല. അവരെ റിമാൻഡ് ചെയ്യുവാനുള്ള നീക്കത്തിലേക്കാണ് പോലീസ് പോകുന്നത്. ഞങ്ങൾ വരാൻ പോകുന്ന ദിവസങ്ങളിലും ശക്തമായിട്ട് ഞങ്ങളുടെ ഈ നടപടിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. വനിതാ കൗൺസിലർമാരുടെ ഉൾപ്പെടെ തിരുവനന്തപുരം നഗരത്തിലെ ഗതാഗതം സുഗമമാക്കാൻ പ്രവർത്തിക്കുന്ന വനിതാ കൗൺസിലർമാരെ ഉൾപ്പെടെ ജയിലിലടച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് കോർപ്പറേഷൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പോലീസിൻ്റെയും നീക്കമെങ്കിൽ ശക്തമായിട്ട് ഞങ്ങൾ പ്രതിഷേധിക്കും. നാളെ മുതൽ ഈ റോഡ് പണി അവസാനിക്കുന്നത് വരെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പൊതുസമൂഹത്തെ സംഘടിപ്പിച്ചുകൊണ്ട് റോഡുകൾ ഗതാഗത യോഗ്യമാക്കുന്ന നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ 1 മണിക്കൂർ കൂടി ഇവർക്ക് ജാമ്യം കൊടുത്ത് ഈ വനിതാ കൗൺസിലർമാരെ ഉൾപ്പെടെ പുറത്തേക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഗവൺമെൻറ്റിന് 1 മണിക്കൂർ കൂടി സമയം അനുവദിക്കുകയാണ്. അതിനുള്ളിൽ ഇന്ന് ഈ റോഡുകൾ ഗതാഗതമാക്കുന്ന പ്രവർത്തനത്തിൽ പങ്കെടുത്ത കൗൺസിലർമാരെ നന്ദാവനം പോലീസ് ക്യാമ്പിൽ നിന്ന് മോചിപ്പിച്ചില്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമരപരിപാടികളും ഹർത്താൽ ഉൾപ്പെടെയുള്ള നീക്കങ്ങളുമായിട്ട് BJP മുന്നോട്ട് പോകുമെന്ന് സർക്കാരിന് മുന്നറിയിപ്പ് നൽകുകയാണ്. കോർപ്പറേഷൻ സർക്കാരിന് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ കൗൺസിലർമാർ അവർ റോഡുകൾ ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചത്. എന്നാൽ ജാമ്യമില്ലാത്ത വകുപ്പിൽ പ്രതി ചേർക്കപ്പെട്ട വ്യക്തിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ. അവരിവിടെ കോർപ്പറേഷൻ്റെ വാഹനത്തിൽ അവർ ഭരണം നടത്തി മുന്നോട്ട് പോവുകയാണ്. അവർ ജാമ്യമെടുത്തിട്ടില്ല. ആ വ്യക്തിയെ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് തുനിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് നിരപരാധികളായ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന കൗൺസിലർമാരെ മണിക്കൂറുകളായി തടങ്കൽ വച്ചിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധമുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ അവരെ മോചിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പോൾ 24 പ്രവർത്തകരാണ്, എല്ലാവരും കൗൺസിലർമാരാണ്. 24 കൗൺസിലർമാരാണ് ഇപ്പോൾ നന്ദാവനം ക്യാമ്പിനുള്ളിലുള്ളത്. അവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ആ ആവശ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. അല്ല, FIR ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ FIRൻ്റെ കോപ്പി ചോദിച്ചിട്ട് ഇതുവരെയും പോലീസ് തന്നിട്ടില്ല. സിറ്റി പോലീസ് കമ്മീഷണറുടെ ആസ്ഥാനത്ത് CPMൻ്റെ ഓഫീസിൽ നിന്നും കോർപ്പറേഷൻ മേയറുടെ ഓഫീസിൽ നിന്നും പറയുന്നതനുസരിച്ച് അവിടെ ഒരു ഗൂഢാലോചന നടക്കുകയാണ്. മണിക്കൂറുകളായി ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ കമ്മീഷണർ ഓഫീസിൽ യോഗം ചേരുകയാണ്. BJP കൗൺസിലർമാരെ കൽത്തുറങ്കിൽ അടയ്ക്കുവാനുള്ള ഇനി ആരും തന്നെ ഇത്തരത്തിൽ റോഡ് വിഷയം ഉന്നയിക്കരുത്. തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടും തിരുവനന്തപുരത്തെ റോഡ് കോർപ്പറേഷൻ ഭരണപരാജയവും തിരുവനന്തപുരത്തെ തകർന്ന റോഡുകളെക്കുറിച്ചുള്ള വിഷയം ഉന്നയിക്കരുത്. അവരൊക്കെ തന്നെ ജയിലിലേക്ക് പോകണം എന്നുള്ള ഗൂഢാലോചനയാണ് നടത്തുന്നത്. FIRൻ്റെ കോപ്പി ചോദിച്ചിട്ട് മണിക്കൂറുകളായിട്ട് തന്നിരുന്നില്ല. ഏതൊക്കെ വകുപ്പാണ് ചാർത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അത് പറയാൻ തയ്യാറാകുന്നില്ല. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി തരാൻ തയ്യാറാകുന്നില്ല. ഞങ്ങൾക്ക് കോടതിയെ സമീപിക്കണമെങ്കിൽ ഈ ഡോക്യുമെൻറ്റ്സ് വേണ്ടേ, ഇതൊന്നും തരാൻ തയ്യാറാകുന്നില്ല. ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്.